KSEBയുടെ സെർവർ തകരാറിൽ ഇന്ന് രാവിലെ മുതലാണ് തകരാറിലായത്. KSEBയുടെ ഉപഭോക്തൃ ഓൺലൈൻ സേവനങ്ങളെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, KSEBയുടെ സെർവർ തകരാർ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവോ? വിവരങ്ങൾ. രോഹിണി, ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് KSEBയുടെ എല്ലാ സേവനങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരുമ നെറ്റ് എന്ന സെർവർ ഡൗൺ ആയത്. ഇത്രയും സമയം ഇത് പുറത്തറിഞ്ഞിരുന്നില്ല. KSEBയുടെ ഉപഭോക്തൃ സേവനങ്ങളെല്ലാം ഇതിലൂടെ നഷ്ടപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓൺലൈൻ പേയ്മെന്റ് നടക്കുന്നില്ല. രാവിലെ മുതൽ തകരാറിലായിട്ടും KSEB സെർവർ നേരെയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇതുവരെ സെർവർ നന്നാക്കാനുള്ള ശ്രമം വിജയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നാളെ രാവിലെയോടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ KSEB നൽകുന്ന വിശദീകരണം. രാവിലെ ഓൺലൈൻ പേയ്മെന്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി എത്തിയ ഉപഭോക്തർക്ക് മാനുവൽ ആയിട്ടുള്ള രസീത് മാത്രമാണ് നൽകി തിരികെ വിട്ടത്. പക്ഷേ ഈ മാനുവൽ ആയിട്ടുള്ള രസീതിലുള്ള വിവരങ്ങൾ, അതായത് ഉപഭോക്താക്കൾ പണം അടച്ചതുൾപ്പെടെയുള്ള വിവരങ്ങൾ നെറ്റ്വർക്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ രേഖകളെല്ലാം അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ ഉപഭോക്തർ ആരൊക്കെയാണ് കറണ്ട് ബില്ല് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് കറണ്ട് ബില്ല് അടച്ചിട്ടുള്ളത് എന്നതുവരെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുക. നമുക്കറിയാൻ കഴിഞ്ഞ ഈ പേയ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി KSEB വഴിയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈൻ വഴി ആക്കിയിരുന്നു. അപ്പോൾ ഇതുവരെ ഇപ്പോൾ 12 മണിക്കൂറുകൾ പിന്നിടുന്നു. ഇത്രയും സമയമായിട്ടും ഈ സെർവർ നേരെയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടില്ല. സംസ്ഥാന വ്യാപകമായിട്ടാണ് ഒരുമ നെറ്റ് എന്ന സെർവർ ഡൗൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സംസ്ഥാന വ്യാപകമായിട്ടും ഇന്ന് മാനുവലായിട്ട് തന്നെയാണ് സേവനങ്ങൾ നടന്നിട്ടുള്ളത് വേണം മനസ്സിലാക്കാൻ. ഈ മാനുവലായിട്ട് നടന്ന സേവനങ്ങളെല്ലാം ഇനി സെർവർ നന്നായതിനു ശേഷം മാത്രമേ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വലിയൊരു ബ്രേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എന്തായാലും നിലവിൽ സെർവർ നന്നാക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നാളെ രാവിലെ 10 മണിയോടുകൂടി ഒരുമയുടെ സേവനങ്ങൾ ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.